സൃഷ്ടാവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും ഞാൻ അവർക്ക് എന്നുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ സൃഷ്ടാവിനെ ഡിഫൈൻ ചെയ്തു വെച്ചത്? നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്, തീയിലിടുന്നവനാണ് പടച്ചോനെ, ശിക്ഷിക്കുന്നവനാണ് പടച്ചോനെ എന്നുള്ളത്. ചെറിയ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നതും ഫുഡ് കഴിപ്പിക്കുന്നതും അവർ ചെയ്യേണ്ട വർക്ക് ചെയ്യിപ്പിക്കുന്നതൊക്കെ നമ്മൾ പേടിപ്പിച്ച് ഭീതിപ്പെടുത്തിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പടച്ചോൻ തീയിലിടും, പടച്ചോൻ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ്. ഈ കുട്ടിയുടെ അറിവിൽ പടച്ചോൻ എന്ന് പറയുന്നത് ശിക്ഷിക്കപ്പെടുന്നവനാണ് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ സൃഷ്ടാവിനെ പഠിച്ച് വളർന്നിട്ടുള്ളതെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും അവർക്ക് സൃഷ്ടാവ് എന്നുള്ളതാണ്. ആ പാറ്റേൺ ഒന്ന് മാറ്റി കൊടുത്തിട്ട് പടച്ചോൻ എന്ന് പറയുന്നത്, സൃഷ്ടാവ് എന്ന് പറയുന്നത് കാരുണ്യവാനാണ്. നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നിറവേറ്റി തരാൻ നമ്മളെ കൂടെ, നമ്മളെ കണ്ടനാളത്തോളം അടുത്ത് നമ്മളെ സൃഷ്ടാവ് ഉണ്ട് എന്നുള്ള ഉറപ്പും, അതുപോലെ തന്നെ ഏതൊരു പ്രയാസത്തിന് മുന്നിലും ഒരു എളുപ്പം പടച്ചോൻ തരും എന്നുള്ള ഉറപ്പൊക്കെയാണ് നമ്മൾ കുട്ടികൾക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സൃഷ്ടാവിനെ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തു വെച്ചത് അതുപോലെ തന്നെയായിരിക്കും സൃഷ്ടാവ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് റീറൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ സൃഷ്ടാവെ നിങ്ങൾ എങ്ങനെയാണോ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവ് എന്നുള്ളതാണ്.